ഇതാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കിളിമീൻ വെച്ച ഒരു മുളക് കറിയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മുളക് കറിയാണ്, പണ്ടത്തെ അമ്മമാർ വെച്ചിരുന്നത് പോലത്തെ മുളക് കറി. ഇതിനു വേണ്ടി കിളിമീൻ കഴുകി വൃത്തിയാക്കി കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. പൊടികൾ: മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി പിരിയൻ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നു, ഒരു ചെറിയ തക്കാളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 വെളുത്തുള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി 1 കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു 10-20 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. ഇത്രയുമാണ് ആവശ്യം. ഉപ്പ് ആവശ്യത്തിന്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഏകദേശം ഞാൻ ഇട്ട് കൊടുത്തത്. അതിൽ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. 2 കടുകും ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഇത് നല്ല രുചിയുള്ള കിളിമീൻ കറിയാണ്. കിളിമീൻ ആദ്യവും പുളിയും മുളകും വെക്കാനും മുളക് അരച്ച് വെക്കാനാണ് നല്ലത്. തേങ്ങായും മുളകും വെച്ചാൽ വലിയ ടേസ്റ്റ് കാണില്ല. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണേ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. എന്നിട്ട് മൂപ്പിച്ച ശേഷം ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. ഇത്രയും ഒന്നിച്ചങ്ങിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കും. വഴന്ന് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വഴന്ന് കിട്ടുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. വഴറ്റാൻ വെച്ച ഉള്ളികളെല്ലാം നല്ലപോലെ വഴന്ന് വരുന്നുണ്ട്. ഇനി എടുത്ത് വെച്ച പുളിവെള്ളത്തിൽ ഈ പൊടികളിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് പുളിവെള്ളം മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. എരിവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റ് ആയാലേ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് പുളി ഇച്ചിരി മുമ്പിലായിട്ട് നിൽക്കണം. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഇട്ടത്. ഒരു തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം കൊറക്കാപ്പുളിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല മണമൊക്കെ കിട്ടും. ഇത് ഈ കണക്കിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് അടുപ്പിൽ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പുളിവെള്ളം ഇതിലിട്ട് മൊത്തം മസാലയും കലക്കിയെടുക്കണം. ഇതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നല്ല പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. 5 മിനിറ്റ് നല്ലപോലെ മൂപ്പിക്കണം. മുമ്പ് എടുത്ത് വെച്ച പുളിവെള്ളം കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. എന്നാലേ നല്ലപോലെ അടി പിടിക്കാതെ മൂത്ത് വരികയുള്ളൂ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല രുചിയുള്ള കറിയാണ്.
ഇതിൽ എരിവുള്ള മുളക് പൊടിയല്ല ഞാൻ ചേർത്തത്, പിരിയൻ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്താണ് ഇട്ടിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടി ഇട്ടാൽ ഭയങ്കര എരിവായിരിക്കും. മസാല നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. എടുത്ത് വെച്ച് ബാക്കി വെച്ച പുളിവെള്ളം ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീൻ വേവാനുള്ള കുറച്ച് വെള്ളം കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമേ ചേർത്തുള്ളൂ. ഈ മീൻകറി ഇന്ന് വെച്ച് നാളെ എടുക്കുമ്പോഴേക്കും നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവുന്നത്. ഇന്നത്തെക്കാളും രുചി നാളെ ഉണ്ടാക്കുമ്പോഴായിരിക്കും. കറി നല്ല തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി എടുത്ത് കഴുകി കണ്ടിച്ച് തല മാത്രമേ കളഞ്ഞുള്ളൂ, അത്രേ ഉള്ളൂ. അതിനോണ്ട് ഒരു പീസാക്കിയാണ് ഇടുന്നത്. കണ്ടിച്ച് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് അനക്കി കൊടുക്കണം. ഇനി സ്പൂണിട്ട് അധികം ഇളക്കരുത്. എരിവും പുളിയും എല്ലാം കറക്റ്റിനുണ്ട്. കുറച്ച് നേരം അടച്ച് വെക്കും. കറി നല്ല തിളച്ച് മീനും നല്ല വെന്തിട്ടുണ്ട്. ഇനി എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില നല്ലപോലെ പിച്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മുകളിലേക്ക് കൂടി ചേർത്ത് കൊടുക്കും. ഇതെല്ലാവരും ചെയ്ത് കൂട്ടി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.